Havertz, Jamal Musiala, the legend Toni Kroos, Gundogan, Joshua Kimmich, the great Manuel Neuer. എന്താല്ലേ സ്കോഡ്? ഇപ്പോൾ ഇത്തവണത്തെ യൂറോ ജർമ്മനിക്കുള്ളതാണെന്നാണ് തോന്നുന്നത്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. യെസ്, ജർമ്മനിയുടെ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക. ഇന്ന് പുലർച്ചെ 12:30 ഡെൻമാർക്കുമായി നടന്ന മാച്ച് കണ്ട എല്ലാവർക്കും അത് മനസ്സിലായി കാണും. അതെ, പഴയ ഒരു ജർമ്മനിയുടെ അതേ ഒരു വീര്യത്തോടു കൂടി ജർമ്മനി നമ്മൾ ജർമ്മനിയുടെ പ്രത്യേകത ഇപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ആ സ്ക്വാഡ് സ്ട്രെങ്ത് തന്നെയാണ്. സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് ടീമുകൾക്കൊക്കെ ഉള്ളതിലൊക്കെ വെച്ച് ഏറ്റവും പവർഫുൾ സ്ക്വാഡാണ് ജർമ്മനിക്കുള്ളത്. ഡെൻമാർക്ക് ശരിക്കും ഇന്നലെ നല്ലൊരു പെർഫോമൻസ്, അതായത് നല്ലൊരു കോമ്പറ്റീഷൻ ജർമ്മനിക്ക് ഡെൻമാർക്ക് പിന്നെ കൊടുക്കാൻ പറ്റി. എടുത്തു പറയേണ്ടത് ഗോൾ കീപ്പർ കാസ്പറാണ്. അദ്ദേഹം ഇന്നലെ ജർമ്മനി 15 ഷൂട്ടുകളാണ് ഉതിർത്തത്. അതിൽ 9 ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഗോളാവേണ്ട പല ഷൂട്ടുകളും കാസ്പർ ഇന്നലെ പുള്ളി വളരെ എഫേർട്ട് ഇട്ട് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതേപോലെ ലെജൻഡ്, അവരുടെ ഡെൻമാർക്കിൻ്റെ ലെജൻഡ് ക്രിസ്റ്റ്യൻ എറിക്സൺ, അദ്ദേഹത്തിൻ്റെ മാക്സിമം എഫേർട്ട് ഇന്നലെ കളിയിലിട്ടിട്ടുണ്ടായിരുന്നു. ജർമ്മനിക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഡെൻമാർക്കിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുസിയാല. അദ്ദേഹം ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ 1ാമത് എത്തിയിട്ടുണ്ട്. അതും കഴിഞ്ഞ കളിയിൽ എടുത്തു കാണിക്കുന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും ഈ മാച്ചിൽ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഇടിവെട്ടും മഴയും മിന്നലും ഒക്കെ വന്നു. ഗ്രൗണ്ടിൽ ആലിപ്പഴമൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം കളി റീസ്റ്റാർട്ട് ചെയ്തു. 2ാം പകുതിയിലാണ് ആദ്യ ഗോൾ വീഴുന്നത്. ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് ഹവാർട്സാണ്. ഒരു പെനാൽറ്റിയിലൂടെ അദ്ദേഹം നല്ല സുന്ദരം ഒരു പെനാൽറ്റി എടുത്ത് ഗോളാക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ജർമ്മനിയുടെ 2ാം ഗോൾ സ്കോർ ചെയ്തത് മുസിയാലയാണ്. അങ്ങനെ ഇതായിരുന്നു സ്കോർ ലൈൻ. 2-0 എന്ന മാച്ചിലാണ് ജർമ്മനി കഴിഞ്ഞ കളി വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഫുട്ബോൾ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.